ഹായ് ഫ്രണ്ട്സ്, ചാരൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട ബിരിയാണിയാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കിയെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫേവറേറ്റായി മാറി. ഇത് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. 3 കപ്പ് അരി എടുക്കുക, നന്നായിട്ട് കഴുകിയിട്ട് അത് കുതിർക്കാൻ വെക്കുക. ഒരു 15 മിനിറ്റെങ്കിലും കുതിർക്കാൻ വെക്കണം, എന്നെങ്കിലും നന്നായിട്ടാവും. പിന്നെ ഒരു പാത്രം എടുത്ത് 5 കപ്പ് വെള്ളം വെച്ച് അടുപ്പേ വെച്ച് തിളപ്പിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് മുട്ട ആവശ്യത്തിന് എടുക്കുക. ഒരു 6 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പും ഇട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് മാറ്റി വെക്കുക. നമ്മുടെ ആ വെള്ളം തിളയ്ക്കുമായിരിക്കും. ആ സമയം കൊണ്ട് തിളയ്ക്കുന്നതിനകത്ത് ഗ്രാമ്പൂ, കറുകപ്പട്ടയൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇച്ചിരി നാരങ്ങാനീരും കൂടെ ഒഴിക്കണം. അപ്പോൾ അരിയാണെങ്കിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അതിനകത്ത് ഞാൻ കുറച്ച് സവാള വരട്ടിയിട്ട് ഇടുന്നുണ്ട്. ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചോറിടണം. നമ്മൾ മുമ്പ് മാറ്റി വെച്ചേക്കുന്ന ഇടുന്നതിന് കറുകപ്പട്ടയൊക്കെ ഞാൻ ഇടുന്നത് കാണിക്കുകയാണ് നിങ്ങൾ. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ വേണം നമുക്ക് അരി ഇടാൻ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനമൊക്കെ വരട്ടി വെക്കാം. തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ആ അരിയില്ലേ, നമ്മുടെ വെള്ളം എല്ലാം വറ്റി, അതെടുത്ത് ഇതിലേക്ക് ഇടുക. അരി ഇടുന്നതിന് മുമ്പ് ഒരു സ്പൂൺ നാരങ്ങാനീര് ഒഴിക്കാൻ മറക്കല്ല. അപ്പോൾ അരി ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. നന്നായിട്ട് അരിഞ്ഞ ക്യാരറ്റ് നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് വരട്ടാം. നന്നായിട്ട് വരട്ടി അതിനകത്തിലേക്ക് ബീൻസ് കൂടെ ഇട്ടു ഞാൻ. എന്നിട്ട് രണ്ടും കൂടെ വരട്ടുമായിരുന്നു. അതൊന്ന് മൂക്കാറാകുമ്പോൾ അതിങ്ങ് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് സവാള ഇടുക. സവാള നന്നായിട്ട് വരുന്ന ചുമന്ന കളർ വരെ ആകും, പൊടിയുന്ന കൂട്ടത്തെ ആകുമ്പം എടുക്കുക. നന്നായിട്ട് വരണം സവാള ഇടുമ്പം. നമ്മൾ ഉപ്പൊന്നും ഇടാതാണ് വരട്ടുന്നത്. നന്നായിട്ട് വരട്ടിയിട്ട് വേറെ പാത്രത്തിൽ നമ്മൾ മാറ്റി വെക്കുന്നു. പിന്നെ മുന്തിരിങ്ങയും വരട്ടി മാറ്റി വെക്കുക. നമുക്ക് മുട്ടയ്ക്കുള്ള കാര്യങ്ങൾ നോക്കാം. അത് ഒരു പാത്രം എടുത്തിട്ട് മുട്ട ഒരു സ്പൂൺ എണ്ണയ്ക്കകത്ത് മാത്രം മുട്ട ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് മൂപ്പിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ചീനിച്ചട്ടി എടുക്കുക. അതിൻ്റെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. പിന്നെ ഒരു സവാള ഇട്ട് നന്നായിട്ട് വരട്ടുക. അതിനകത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വരട്ടി കഴിഞ്ഞ് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക. പേസ്റ്റ് ഏറ്റവും നല്ലത്. ഈ പേസ്റ്റ് ഇടുന്നത് ഞാൻ ചായച്ചാണ് ഇട്ടത്. എന്നിട്ട് ഒരു കറിവേപ്പട്ടയും ഒരു ഗ്രാമ്പൂവും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഉള്ളിയുടെ നിറം ഒന്ന് മാറുമ്പോൾ നമ്മൾ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി ജീരകപ്പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് വരട്ടുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടണേ. വരട്ടിയിട്ട് അതിനകത്തിലേക്ക് ഒരു തക്കാളിക്ക അരിഞ്ഞിടുക. എന്നിട്ട് 1 സ്പൂൺ തൈര് കൂടെ ഒഴിക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തിലേക്ക് ഇടുക. ഒരുപാട് ഇടണ്ട, ഒരുപാട് ചിലവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ചിടുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ചൂടുവെള്ളമായിരിക്കണേ. ഞാൻ ചൂടാക്കി വെച്ച് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് മുട്ട ഇടുക. നന്നായിട്ട് വരട്ടി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൂടെ അടുപ്പ് വെക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരും. ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് വരും. ഒരു പാത്രം എടുക്കുക. അത് ഫുൾ നമ്മൾ നെയ്യ് തേച്ചിട്ടാണ് അടുപ്പേ വെക്കുന്നത്. അടുപ്പേ വെച്ചിട്ട് കുറച്ച് ബിരിയാണി റൈസ് ഇടുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ മുട്ടയെല്ലാം വെക്കുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും കുറച്ച് ബിരിയാണി റൈസ് ഇടുക. പിന്നെ വരട്ടിയ ഉള്ളി, ബീൻസ്, മുന്തിരി എസൻസ്, പിന്നെ നമുക്ക് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി, പാലിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇടുന്നുണ്ട്. കുറുക്കിയിട്ട് ഇച്ചിരി ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് വെക്കുക. പിന്നെയും ബിരിയാണിയുടെ അരി ഇടുക. വീണ്ടും ഇങ്ങനെ തന്നെ നമ്മൾ ആദ്യം ചെയ്തിട്ട് എസൻസ് ഒഴിക്കുക. പിന്നെ ഇങ്ങനെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ ഉള്ളി, അങ്ങനെ തന്നെ പിന്നെ ആണെങ്കിൽ ബീൻസ്, അങ്ങനെ എല്ലാം ഇടുക. വീണ്ടും പിന്നെ മഞ്ഞൾപ്പൊടിയോടെ ഇങ്ങനെ കുറുക്കി ഇച്ചിരി ഒഴിക്കുക. കാരണം നമുക്ക് കളറ് കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ചെയ്യുക. വീണ്ടും ചോറ് അത് തന്നെ നമ്മൾ പ്രൊസീജിയർ ചെയ്തുകൊണ്ട് പിന്നെയും ചോറിട്ട് അതിൻ്റെ ഏറ്റവും മണ്ട വരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എല്ലാം ചെയ്ത് 15 മിനിറ്റ് അടച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുക. അപ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് നമുക്കിരിക്കും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ ഇടണേ. ഉണ്ടാക്കി കഴിച്ചാൽ എനിക്കിത് ഒരുപാട് ഫേവറേറ്റ് ആയ സാധനമാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തേക്ക് ബൈ ഫ്രണ്ട്സ്.